ബഹ്റൈൻ വ്യോമപാത വീണ്ടും തുറന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വ്യോമപാത താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നും സിവിൽ ഏവിയേഷൻ കാര്യാലയം അനുമതി നൽകി. വിവരങ്ങളുമായി ഷിൻസ് ചേർന്നു. ഷിൻസ്, വീണ്ടും ഒരു സമാധാന പാത, ഇപ്പോൾ എല്ലാം പഴയപടിയാകുന്നു. ബഹ്റൈൻ വ്യോമപാത വീണ്ടും തുറന്നു എന്ന വാർത്തയാണ് വരുന്നത്. വിവരങ്ങൾ അമൽ, എല്ലാവരെയും സംബന്ധിച്ചൊരു ആശ്ചര്യകരമായ ഒരു വാർത്തയാണ് ബഹ്റൈനിൽ ഉണ്ടായിരിക്കുന്നത്. മേഖലയിലുണ്ടായ അപ്രതീക്ഷിത സുരക്ഷാ സാഹചര്യങ്ങളെ തുടർന്ന് താൽക്കാലികം അടച്ചിട്ട ബഹ്റൈൻ വ്യോമപാത വീണ്ടും തുറന്നിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് വ്യോമപാത പുനരാരംഭിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. മേഖലയിൽ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് മുൻകരുതൽ നടപടി എന്ന നിലയിൽ വ്യോമപാത താൽക്കാലികം അടച്ചിരുന്നത്. സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയ ശേഷമാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഇപ്പോൾ നീക്കിയിരിക്കുന്നത്. ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വിമാന ഗതാഗതം സുഗമമായി നടത്തുന്നതിന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്ന് ബഹ്റൈൻ വാർത്താ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. വിമാനയാത്രക്കാരുടെ വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ബന്ധപ്പെട്ട മറ്റധികാരികളുമായി ചേർന്ന് നിരന്തരമായ ഏകോപനം തുടർന്നു വരികയാണെന്നും അവർ അറിയിച്ചു. ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വിമാന സർവീസ് സുഗമമായി നടത്തുന്നതിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ്. വ്യോമപാത തുറന്നതോടെ കുടുങ്ങിക്കിടക്കുന്ന വിമാന സർവീസ് ഉടൻ തന്നെ സാധാരണ നിലയിലാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ബഹ്റൈന്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ തങ്ങളുടെ സർവീസുകൾ സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളം വഴിയാണ് നടത്തുന്നത്. ബഹ്റൈനിലുള്ള യാത്രക്കാരെ റോഡ് മാർഗം ദമാമിലെത്തിച്ചാണ് ഈ സർവീസുകൾ ഏകോപിപ്പിക്കുന്നത്. വ്യോമപാത തുറന്ന പശ്ചാത്തലത്തിൽ വൈകാതെ ഗൾഫ് എയർ സർവീസുകൾ വീണ്ടും ബഹ്റൈനിലേക്ക് മാറും. എന്നാൽ നിരവധി പ്രവാസികൾ ഒരു യാത്രാ ക്ലേശത്തിന് ബഹ്റൈൻ വ്യോമപാത തുറന്നുകൊണ്ട് പരിഹാരമാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, വ്യക്തമാണ്. ഷിൻസ് ബാസിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.